മാനസ, മറ്റൊരു വാർത്തയുടെ വിശദാംശങ്ങൾ കൂടി വേണം. ഇപ്പോൾ മഴ മുന്നറിയിപ്പിൽ മാറ്റങ്ങൾ വന്നിരിക്കുകയാണ്. വയനാട് ജില്ലയിൽ കൂടി യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. അങ്ങനെയാകെ 5 ജില്ലകളിൽ നിലവിൽ യെല്ലോ അലർട്ട് ഉണ്ട്. എന്തൊക്കെയാണ് മഴ മുന്നറിയിപ്പിൽ വന്ന മറ്റു മാറ്റങ്ങൾ? ഇതിലൊക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും എന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. ഇന്ന് 4 ജില്ലകളിൽ മാത്രമായിരുന്നു കഴിഞ്ഞ മണിക്കൂറുകൾ വരെ യെല്ലോ മുന്നറിയിപ്പ് ഉണ്ടായിരുന്നതെങ്കിൽ അല്പസമയം മുൻപ് വന്ന മുന്നറിയിപ്പ് പ്രകാരം വയനാട് ജില്ലയിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നിലവിൽ മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മലയോര തീരദേശ മേഖലകളിലുള്ളവർ അതീവ ജാഗ്രത പാലിക്കണമെന്ന് തന്നെ അറിയിക്കുന്നുണ്ട്. മാത്രമല്ല, കേരള തമിഴ്നാട് തീരങ്ങളിൽ കള്ളക്കടൽ പ്രതിഭാസത്തിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുണ്ട് എന്നാണ് അറിയിക്കുന്നത്. ഒപ്പം ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കായിരിക്കും സാധ്യത. മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന കാറ്റിനും സാധ്യതയുണ്ട്. മാത്രമല്ല, നിലവിൽ കേരള തീരം മുതൽ തെക്കൻ ഗുജറാത്ത് തീരം വരെ ന്യൂനമർദ്ദപാത്തി നിലനിൽക്കുന്നുണ്ട്. ഇതിന്റെ സ്വാധീന ഫലമായി വരുന്ന 5 ദിവസം കൂടി ശക്തമായ മഴ സംസ്ഥാനത്ത് ഉണ്ടാകുമെന്നാണ് അറിയിക്കുന്നത്. നാളെയും മറ്റന്നാളുമായി വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശരി മാനസ, വ്യക്തമാണ്. കേരളത്തിൽ 5 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പുതിയതായി വയനാട് കൂടി യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്നും മാനസ മനു.